റഹ്മത്തിലെ ബിരിയാണി കിട്ടണമെങ്കിൽ പൊട്ടാഫോ ഡൗൺലോഡ് ചെയ്യാം. സൊമാറ്റോനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയല്ല പൊട്ടാഫോ. ഓവർ ദ ഇയേഴ്സ് നമ്മൾ അന്ന് പ്രോമിസ് ചെയ്ത അതേ പെർസെൻറ്റേജിലാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഒരു തരി പോലും കൂട്ടാത്ത രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തതാണ്. നമ്മൾ ഈ മിഷൻ വാസ് ടു സപ്പോർട്ട് റെസ്റ്റോറൻറ്റ്. ആക്ച്വലി നമ്മൾ കസ്റ്റമൈസ് റെസ്റ്റോറൻറ്റ്, ലോക്കൽ റെസ്റ്റോറൻറ്റ്സ്. അതെ, കാരണം ആ ബിസിനസ് സസ്റ്റൈനബിൾ ആയിട്ട് പോകണം. അതെ, ഡെഫിനറ്റ്ലി ക്യുക്കമേഴ്സിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, സർവീസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെയുള്ള ഒരു മാർക്കറ്റിലെ ഒരു ഷെയർ, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഇവിടെ ബിൽഡ് ചെയ്യണം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള കോമ്പറ്റീഷൻ വി ആർ റെഡി, ബട്ട് ദിസ് ഈസ് എൻ അൺഹെൽത്തി കോമ്പറ്റീഷൻ. കറക്റ്റ്. ഐ എം ഗെറ്റിംഗ്, ഈവൻ പേഴ്സണലി ഐ എം ഗെറ്റിംഗ് റെസ്പോൺസ് പൊട്ടാഫോ ഇസ് ബാക്ക്. കമ്പയറിംഗ് വിത്ത് സോഷ്യൽ മീഡിയ കമ്പയർ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ലൈവായി തുടങ്ങിയാൽ അതിനടുത്ത് ആ ബിസിനസ് ലൈവായി എല്ലാവരും പൊട്ടാഫോ തിരിച്ചു വന്ന് ഓർഡർ സ്പൈക്കാൻ തുടങ്ങി. സോ ഐ ഡിഡ്ന്റ് ഇൻക്രീസ് ദ ഫ്ലീറ്റ്, ബട്ട് എല്ലാവരും പറയുന്ന പൊട്ടാഫോനെ ഇപ്പോൾ റോട്ടിൽ കണ്ടു തുടങ്ങി. അവിടെ കോഴിക്കോട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 3 തരം ഡെലിവറി ടീംസിനെ കാണാം. 1 റെഡ് സൊമാറ്റോ, 2 ഓറഞ്ച് സ്വിഗ്ഗിൻ്റെ ടീം അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ടിൻ്റെ ടീം, പിന്നെ ഒരു 3ാമത്തെ ഡെലിവറി ടീമുണ്ട് ബ്ലൂ. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കോഫൗണ്ടറാണ് നമ്മളെ കൂടെ ഉള്ളത്, റഷാദ് ഓഫ് പൊട്ടാഫോ. റഷാദ്, വെൽക്കം ടു ദ ഷോ. പൊട്ടാഫോ എങ്ങനെ കിട്ടിയേ? ആ പേരെങ്ങനെ വന്നത്? പൊട്ടാഫോ ആക്ച്വലി ഒരു ഫ്രണ്ട്സ് ഉണ്ടാക്കിയൊരു പേരാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു മീനിങ് ഒന്നും ഇല്ല അതിന്. ആക്ച്വലി ഒരു ഡിഷ് ഉണ്ടായിരുന്നു, ഒരു ഫ്രഞ്ച് ഡിഷ്, പോട്ട് ആഫ്യൂ എന്നുള്ളൊരു ഡിഷ്. അത് വൺ ഓഫ് ദ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. നമുക്കത് പൊട്ടാഫോ എന്ന് മാറ്റിയാലോ, കാരണം സൊമാറ്റോ ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഒരു പൊട്ടാഫോ ഉണ്ടായത്. അല്ലാണ്ട് സൊമാറ്റോനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയല്ല പൊട്ടാഫോ. പൊട്ടിക്കണം എന്നുള്ളൊരു വിഷയം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഒരു ബിസിനസ് എന്ന് മാത്രം. ഏതൊരു ബിസിനസ് കൊടുക്കാം, ആ പ്രായത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി തുടങ്ങിക്കൂടാ? കാരണം ബാംഗ്ലൂരൊക്കെ ആ സമയത്ത് ഒരു ട്രെൻഡിങ് ആയി വരികയായിരുന്നു ബിസിനസ്. ഏത് ഇയർ ആണിത്? 2016 ഒരു റേഞ്ചിലാണ്. ഡെലിവറി ആപ്പ് ബിസിനസ്. അതെ. അപ്പൊ പ്രത്യേകിച്ച് ഐഡിയോ പാഷനോ വിഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് വേണമെന്നിട്ട് ഫ്രണ്ട്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങുമ്പോഴാണ് എന്താണ് അതിന്റെ മാർക്കറ്റിലെ ഇഷ്യൂസും വൈ പൊട്ടാഫോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയത്. ഇത് നിങ്ങൾ കോളേജിലായിരുന്നപ്പോൾ തുടങ്ങിയതാണോ അല്ലെങ്കിൽ കോളേജിന് ശേഷമായിരുന്നു? എങ്ങനെയായിരുന്നു? ഏത് ഇയറിലാണ് തുടങ്ങിയത്? 2016 ആ ഇയറിലാണ് നമ്മൾ ഒരു ഫൗണ്ടേഷൻ പോലെ ഐഡിയ വന്നത്. ഏതാണ്ട് ഒരു ഏപ്രിലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കോളേജ് കഴിഞ്ഞിട്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി. കോളേജ് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടി മറ്റേ ചായൻ്റെ മുകളിൽ തീരുമാനിച്ചു നമ്മളൊരു ഫുഡ് ഡെലിവറി ബിസിനസ് തുടങ്ങുക. ഓക്കെ, തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു? നിങ്ങൾ തുടങ്ങിയത് എങ്ങനെയായിരുന്നു? കോഴിക്കോട്. നിങ്ങൾ കോഴിക്കോട്ടുകാരല്ലല്ലോ. കോഴിക്കോട് എങ്ങനെ എത്തിപ്പെട്ട്? കോഴിക്കോടാണ് എല്ലാവരുടെയും ഒരു ഫുഡ് ഹബ് ഡെസ്റ്റിനേഷൻ. അപ്പം കോഴിക്കോട് ഫുഡിന് കിട്ടുന്ന റെസ്പോൺസ് വേറെ എവിടെയും കിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ഫുഡിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു ഔട്ട്സൈഡ് കോഴിക്കോടാണെങ്കിലും അല്ലെങ്കിൽ കോഴിക്കോട് നിയർ ബൈ ഉള്ള ആളാണെങ്കിലും കോഴിക്കോട് എന്തുകൊണ്ട് സ്ഥാപനം തുടങ്ങിക്കൂടാന്നാണ് ചിന്തിക്കാൻ. എന്തിനും റെസ്പോൺസ് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാർ ആക്ച്വലി കോഴിക്കോടാണല്ലോ. ഫുഡിന് എന്ത് കാര്യത്തിനും കോഴിക്കോട്ടുകാർ ഒരു പന്തി മുന്നില്ല. അതെ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഫുഡിന് മാത്രമല്ല, ഒരു എന്റർപ്രണറിനും സ്റ്റാർട്ടപ്പിനും ഒക്കെ ഡെഫിനറ്റ്ലി കാലിക്കറ്റ് തന്നെയാണ് ഏറ്റവും വെൽക്കമിങ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ മറ്റുള്ള സിറ്റി പോയി ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തില്ല, ബട്ട് ഇവിടെ കോഴിക്കോട് നല്ലൊരു വെൽക്കമിങ് തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു ആ സ്റ്റാർട്ട്? എങ്ങനെയായിരുന്നു? നിങ്ങൾ എത്ര കോഫൗണ്ടേഴ്സ് ആയിരിക്കുക? ഞങ്ങൾ ആക്ച്വലി ഇപ്പം മെയിൻലി 3 കോഫൗണ്ടേഴ്സ് ഉണ്ട്. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടിയിട്ട് തന്നെ, ആരും ഹയറും ചെയ്തിട്ടില്ല. വി വർ വർക്കിംഗ്. ഇനീഷ്യലി ഓരോ ഹോട്ടലിൽ പോയി സംസാരിച്ച്, പരിചയമുള്ള റെസ്റ്റോറൻറ്റിൽ പോയി സംസാരിച്ച് ഇങ്ങനൊരു ബിസിനസ് കൊണ്ടുവരുന്നുണ്ട് എല്ലാം തരം മോഡൽ. ആ സമയത്ത് ആക്ച്വലി ഇവിടെ ഒരു പരിചയമായിട്ടില്ല. ഇങ്ങനത്തെ ഒരു മോഡലിനെ കുറിച്ച് ആർക്കും ഒരു പരിചയമായിട്ടില്ല. കോമൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. സോ അത് ഒരു ട്രസ്റ്റ് ഇഷ്യൂ, പിന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ, ഇതെന്തിന്റെ ആവശ്യം എന്താണ് എന്നുള്ള കൾച്ചർ തന്നെ ഇവിടെ ബിൽഡ് ആയിട്ടില്ല. ആക്ച്വലി ഓൺലൈൻ ഡെലിവറി എന്നുള്ള സിസ്റ്റം ബിൽഡ് ആയിട്ട്. പക്ഷെ ഡെലിവറി അതിന്റെ മുമ്പ് ഡെലിവറി ഉണ്ടായിരുന്നു. എല്ലാ ഹോട്ടലിനും അവരവരെ ഡെലിവറി ടീംസ് ഉണ്ട്. പക്ഷെ വളരെ ലിമിറ്റഡ് ആയിരുന്നു, കാരണം അവർക്ക് അത്രയും സ്ട്രെങ്ത്തിൽ ഡെലിവറി ചെയ്യാൻ പറ്റില്ലല്ലോ. കറക്റ്റ്. സോ ഓൺലൈൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആ സമയത്ത് അൺപോപ്പുലർ ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ എൻ്റർ ആവുന്നത്. നിങ്ങൾക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങണോ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്
അതിന് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? SEO ആണോ, പെയ്ഡ് ആഡ്സ് ആണോ, കോണ്ടന്റ് ആണോ, ഇനി ടെക്നിക്കൽ സ്ട്രാറ്റജി ആണോ? ഇതിലൊക്കെ ഞങ്ങളെ ടീമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആളുകളിലേക്ക് ഞങ്ങൾ കണക്ട് ചെയ്ത് തരുന്നതാണ്. നൗ ബാക്ക് ടു ദ എപ്പിസോഡ്. സോ മേജർ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു നമ്മൾ ആദ്യം സംസാരിക്കാൻ പോയിരുന്നത്. ബോംബെ ഹോട്ടല്, റഹ്മത്ത്, ടോപ്പ് ഫോം, അങ്ങനെ എവരിബഡി വാസ് വെരി സപ്പോർട്ടീവ്. കാരണം പുതിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ പുതിയ യങ്സ്റ്റേഴ്സ് ആണ്, കുട്ടികളാണ്, പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടീം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പൈസ തരാൻ പറഞ്ഞിട്ടാണ് വരുന്നത്. ബട്ട് സ്റ്റിൽ ദേ സപ്പോർട്ട് ഇറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ കോഴിക്കോടിന്റെ ഒരു സപ്പോർട്ട്. ആൻഡ് ആദ്യമായിട്ടായിരുന്നു ഐ തിങ്ക് റഹ്മത്ത് ഹോട്ടലൊക്കെ ഓൺലൈനിലേക്ക് അല്ലെങ്കിൽ ഡെലിവറിയിലേക്ക് ഇറങ്ങുന്നത്. ബീഫ് ബിരിയാണി ഓൺലൈനിൽ കൊണ്ടുവന്ന അതെ, അത് കോഴിക്കോട് ആദ്യമായിരുന്നു. അതുവരെ റഹ്മത്തിന് ഒരു ഡെലിവറി സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇതില്ലായിരുന്നു. അവിടെ പോയി വാങ്ങാന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കറക്റ്റ്. ഞാനും പൊട്ടാഫോ എനിക്കൊന്ന് ആദ്യത്തെ ഡൗൺലോഡ് ചെയ്ത് റഹ്മത്തിലെ ബിരിയാണി ഓർഡർ ചെയ്യാം. അതെ അതെ, നമ്മളെ മാർക്കറ്റിംഗ് ടീമും അത് തന്നെയായിരുന്നു ആദ്യത്തെ. പിന്നീട് അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി ആൾക്കാർ. കാരണം ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണെന്നല്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഫ്യൂ ഓർഡേഴ്സ് ഓൺലി ചെയ്തുകൊണ്ടിരുന്നത്. മേ ബി ഒരു 50 to 100 ഉള്ളിലായിട്ടുള്ള ഓർഡേഴ്സാണ് നമ്മൾ ഡെയിലി സ്കെയിൽ ചെയ്തത്. അല്ല, അപ്പം നിങ്ങൾ ഡേ 1 തൊട്ടിട്ട് തന്നെ ആപ്പുമായിട്ടാണ് ഇറങ്ങിയത്? അതെങ്ങനെയായിരുന്നു? ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഇപ്പൊ സെപ്റ്റോ ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് തുടങ്ങിയത്. നിങ്ങൾ എങ്ങനെയായിരുന്നു തുടങ്ങിയത്? നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡേ 1 ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഫോർ ട്രയൽസ് ഒക്കെ റൺ ചെയ്തു. നമ്മൾ ആപ്പായിട്ട് തന്നെ ലോഞ്ച് ചെയ്തു. ബട്ട് ഓൺലി കസ്റ്റമർ ആപ്പ്. കസ്റ്റമർ എൻഡിൽ ആപ്പ് അതന്നെ. പിന്നെ നിങ്ങൾ വൺ ഓഫ് ദ കോ-ഫൗണ്ടർ CTO ആയിരുന്നു. എങ്ങനെയായിരുന്നു? ഉണ്ടായിരുന്നില്ല, നമ്മൾ ആക്ച്വലി പുറത്ത് കൊടുക്കുക ചെയ്തത്. കമ്പനി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ അത് ഡെവലപ്പ് ചെയ്തു. കസ്റ്റമർ ആപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ബാക്കിയൊക്കെ നമ്മൾ മാനുവലി ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഓർഡർ അവിടെ പാസ് ചെയ്യുമ്പോൾ ഡെലിവറി സ്റ്റാഫിന് ഓർഡർ കൊടുക്കുന്ന ഒക്കെ മാനുവലി ആയിരുന്നു. അതായത് പിന്നെ പക്ഷെ നിങ്ങൾക്ക് ബാക്ക് എൻഡിൽ ഓർഡർ വരും. ഒരു ഡാഷ്ബോർഡും പിന്നെ കസ്റ്റമർക്ക് ആപ്പും. അതെ അതെ. ഓക്കെ. ഡെലിവറി സൈഡിൽ ഒരു സാധനവും ഇല്ല. ഇല്ല. ഓക്കെ. ഫ്യൂ ഫ്ലീറ്റ്, ഓൺലി 4 members or 5 members ഫ്ലീറ്റ്. അവർ ഒന്ന് വെഹിക്കിൾ. ഓക്കെ. ആ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളെ സ്വന്തം വെഹിക്കിളായി? സ്വന്തം ആൾക്കാരും സ്വന്തം പേരുള്ള ആൾക്കാരെടുത്ത്. സോ റണ്ണിങ്ങിൽ ഒരുപാട് ഫോൾട്ടുകൾ ഉണ്ടായിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ടൈം ഒന്നും അറിയില്ല. എല്ലാ ഫോൾട്ടും അങ്ങനെ തന്നെയാണ്. അതിന് ആ കൊണ്ട് ഒറ്റ ഞാൻ കണ്ടിട്ടുള്ളൂ, ബി എ പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി. അറിയുന്ന ആൾക്കാരോട് സംസാരിക്കുക. പക്ഷെ ആദ്യത്തിലൊക്കെ നമുക്ക് പേടിയായിരിക്കും, ഇവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവര് നമ്മളെ ഐഡിയ ആയിട്ട് പോവോ, ആരും ഒന്നും പോകാൻ പോകില്ല, അത് വേറെ കാര്യം. ഓക്കെ. അപ്പൊ നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ കുറച്ച് അത് നിങ്ങളെ ആങ്കർ പാർട്ട്ണർ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. റഹ്മത്തിലെ ബിരിയാണി കിട്ടണമെങ്കിൽ പൊട്ടാഫോ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ. അങ്ങനെ മാർക്കറ്റിംഗ് ഒക്കെ നമ്മളൊരു നല്ലൊരു മാർക്കറ്റിംഗ് ഒന്ന് പ്രൊവൈഡ് ചെയ്തു. ആദ്യമായിട്ട് ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെയൊക്കെ ഇറക്കി. ബിരിയാണിന്റെ ആദമിന്റെ ചാക്കേട് അങ്ങനെ ബിരിയാണി ഒക്കെ ഇറക്കി. എവരിബഡി ഈവൻ ആദമിന്റെ ചാക്കേട് സപ്പോർട്ട് ചെയ്യാൻ ആ സമയത്ത് നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ റൺ ചെയ്ത് നല്ലൊരു മാർക്കറ്റ് ഷെയർ, ഐ മീൻ ഡെലിവറി സെക്ടറിൽ കറന്റ്ലി ഉള്ളതിൽ അവിടെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. കറക്റ്റ്. അതായത് നമ്മളായിരുന്നു പൊട്ടാഫോ ആയിരുന്നു. വേറെ ഏതെങ്കിലും പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു? ഇപ്പൊ സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ പിന്നെ വന്നതാണ്. വേറെ ഏതെങ്കിലും പ്ലേയേഴ്സ്? നമുക്ക് ഗെറ്റ് ഓൺ ടച്ച് എന്നുള്ള പേരുള്ള ഒരു പ്ലെയർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അവര് മിനിമൽ ആയിരുന്നു ചെയ്തെന്ന് തോന്നുന്നു. അവരുണ്ടായിരുന്നു. ബട്ട് ഇപ്പം പേര് മാറിയിട്ടുണ്ട്. ഇപ്പൊ എന്താ അവസ്ഥ അറിയില്ല. ഓക്കെ. ആൻഡ് അങ്ങനെ ഞങ്ങളൊരു 2 വർഷം അത് തന്നെ റൺ ചെയ്തു. പിന്നെ പോകെ നമ്മളെ ഓരോ ആൾക്കാർ ഓരോ പാർട്ട് വൈസ് ആണ്. കൂടെ ഫ്രണ്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഓരോരോ പാർട്ട് വൈസിലേക്ക് പോയി. ആൻഡ് സ്ട്രഗ്ലിംഗ് സ്റ്റാർട്ടഡ്. ഫണ്ടിന്റെ ഒരു സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പക്ഷെ അപ്പോഴത്തേക്കും 2 വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് എത്ര ഓർഡേഴ്സ് ആയിട്ട് ഡെയിലി? നമ്മള് ഫണ്ട് ഒന്ന് പുള്ളി ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ എത്ര ഫണ്ട് ആദ്യത്തിൽ ഇട്ട്? ആക്ച്വലി ഇറ്റ് ഈസ് 50,000. അപ്പൊ ആപ്പ് എങ്ങനെ ഉണ്ടാക്കി? നമ്മളാ പൈസ മൊത്തം ആപ്പ് ഉണ്ടാക്കി. മൊത്തം പൈസ ആപ്പിന് കളഞ്ഞില്ലേ? ഓക്കെ, നൈസ്. പിന്നെ മാർക്കറ്റിംഗ് ഒക്കെ ഈ പറഞ്ഞ ഈ ഒരു ഡെയിലി റണ്ണിന്നാണ് ആക്ച്വലി നമ്മളെ എക്സ്പെൻസ് മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഒബ്വിയസ്ലി അവിടെ ഷോർട്ട് വന്നു തുടങ്ങി. കറക്റ്റ്. റണ്ണിങ്ങിൽ ഷോർട്ടായി തുടങ്ങി. അപ്പം അത് പേയ്മെന്റ്സ് ബ്ലോക്ക് ആയി തുടങ്ങി. സോ ദാറ്റ് വാസ് എ ഫസ്റ്റ് മിസ്റ്റേക്ക്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. യു ഷുഡ് മെയിൻറ്റെയിൻ എ ക്യാപിറ്റൽ എന്നുള്ളത് പഠിച്ചു. അപ്പം പിന്നെയാണ് നമുക്കൊരു അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എൻഡ് ഓഫ് ദ ഇതിലെത്തി നിൽക്കുകയാണ്.
ഇനി അങ്ങോട്ടേക്കില്ല എന്നുള്ളതാണ് നമുക്കൊരു പുതിയ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് വരുന്നത്. അത് ഏത് കൊല്ലമായിരുന്നു? 2018 18 ആയപ്പോൾ നിങ്ങൾ കുറച്ച് ഇൻവെസ്റ്റേഴ്സിന് ഓൺ ബോർഡ് ചെയ്തു. ആ. 2018 വന്നു. നമ്മൾ ഒബ്വിയസ്ലി നമ്മളെ 50% സ്റ്റേക്കോളം പ്രൊവൈഡ് ചെയ്തു കൊടുത്ത് അടുത്ത് സ്റ്റേക്ക്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. മനസ്സിലായി. അല്ല ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് പൊട്ടാഫോന്റെ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വാസ് എ ഗുഡ് തിങ് ബിക്കോസ് ബ്രാൻഡ് വളർന്നു. ഒബ്വിയസ്ലി ഫണ്ട് വന്നപ്പോൾ നമ്മളത് വളർത്താനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് വാസ് വെരി ഗുഡ്. നമ്മൾ ആ സമയത്തായിരുന്നു സ്വിഗ്ഗി സൊമാറ്റോയുടെ എൻട്രി മാർക്കറ്റിലേക്ക് വന്നത്. ഫസ്റ്റ് ഐ തിങ്ക് സ്വിഗ്ഗി വാസ് എൻട്രി. ഓക്കെ. സോ ഫസ്റ്റ് തന്നെ സ്വിഗ്ഗിന്റെ ഒരു മോഡൽ ഓഫ് ബിസിനസ് എന്ന് വെച്ചാൽ മോണോപ്പൊളി ആൻഡ് ക്ലൗഡ് കിച്ചൺ ബേസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് കാരണം ഒരു സിറ്റിയിൽ വന്ന അവിടുത്തെ ഓർഡർ ഒക്കെ പുള്ളി ചെയ്ത് പിന്നെ ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്ത് റെസ്റ്റോറൻറ്റ് ഓർഡർ കുറയുക എന്നുള്ളൊരു മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോഴിക്കോടുള്ള KHR വാസ് വെരി സപ്പോർട്ടീവ്. KHR എന്ന് പറയുമ്പോൾ കേരള ഹോട്ടൽ അസോസിയേഷൻ, റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. ഓക്കെ. അവർക്ക് ഇതിലേക്കുള്ള ഇങ്ങോട്ടേക്കുള്ള സ്വിഗ്ഗി സൊമാറ്റോന്റെ എൻട്രി ബ്ലോക്ക് ചെയ്യണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ബിക്കോസ് അവർ ഡെഫിനറ്റ്ലി അവരെ തന്നെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. കാരണം കമ്മീഷൻ ഹൈ കൊടുക്കണം വൺസ് മോണോപ്പൊളി ഇട്ട് കഴിഞ്ഞാൽ. ക്ലൗഡ് കിച്ചൺ തുടങ്ങി ആ ബിസിനസ്സും പോയി. അപ്പൊ അത്രയും സപ്പോർട്ടീവായിട്ട് അവർ അത് ബ്ലോക്ക് ചെയ്തു. സോ അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാരലി ഒരു ആപ്ലിക്കേഷൻ വേണമല്ലോ. ദാറ്റ് വാസ് പൊട്ടാഫോ. കറക്റ്റ്. അവരെ ഗോ ടു പേഴ്സൺ പൊട്ടാഫോ ആയിരുന്നു. ഓക്കെ. സോ ഞങ്ങളും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തു. ഓവർ ദ ഇയേഴ്സ് നമ്മൾ അന്ന് പ്രോമിസ് ചെയ്ത അതേ പെർസെൻറ്റേജിലാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഒരു തരി പോലും കൂട്ടാത്ത രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തതാണ്. അപ്പം അത് നമ്മളെ മിഷൻ വാസ് ടു സപ്പോർട്ട് റെസ്റ്റോറൻറ്റ്. ആക്ച്വലി നമ്മളെ കസ്റ്റമേഴ്സ് റെസ്റ്റോറൻറ്റ്, ലോക്കൽ റെസ്റ്റോറൻറ്റ്. കാരണം ആ ബിസിനസ് സസ്റ്റൈനബിൾ ആയിട്ട് പോകണം. അതെ എന്നുള്ളതാണ്. പിന്നെ കസ്റ്റമേഴ്സിന് ഡെലിവറി വേണം ഒബ്വിയസ്ലി. പക്ഷെ മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി കസ്റ്റമേഴ്സ് തിങ്ക് ചെയ്യുന്നുണ്ടാവും സൊമാറ്റോ സ്വിഗ്ഗി ഉണ്ട്, നല്ല കൺവീനിയന്റ് ഡെലിവറി എന്നിട്ട് തന്നെ എന്തിനാ പൊട്ടാഫോ എന്നുള്ളത്. കറക്റ്റ്. പക്ഷെ പൊട്ടാഫോന്റെ ആക്ച്വലി റിക്വയർമെന്റ് കസ്റ്റമേഴ്സിന് കൂടിയാണ്. കാരണം ഹോട്ടൽസിന് ഒരുപാട് പൈസക്ക് ഇത്രയും 30% ഒന്നും അവർക്ക് റവന്യൂ സ്പെയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രേ ഉണ്ടാവുള്ളൂ. അതെ പ്രോഫിറ്റ്. അപ്പൊ ഡെഫിനറ്റ്ലി പൈസ കൂട്ടേണ്ടി വരും. അതെ. ഈ കൂടിയ പൈസ കൊടുക്കുന്നത് കസ്റ്റമറാണ്, അവർ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റ്. പിന്നെ അതിന്റെ മുകളിൽ വേറെ ചാർജസ് വരും. ഓക്കെ. അപ്പൊ ഇതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എൻവയോൺമെന്റ് ഇവിടെ വേണമല്ലോ. അതിനാണ് പൊട്ടാഫോ നിലനിൽക്കുന്നത്. കറക്റ്റ്. നമ്മൾ ഈ ചെറിയ കമ്മീഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് കോർപ്പറേറ്റ് രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ മേ ബി ചെയ്യാൻ പറ്റാത്തത്. വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, ഹൈ വോൾട്ടേജ് മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. വി കാൻറ്റ് ബേൺ ദാറ്റ് മച്ച്. കറക്റ്റ്. ഓക്കെ. അപ്പൊ നിങ്ങളൊരു സസ്റ്റൈനബിൾ ബിസിനസ് മോഡലാണ്. അപ്പൊ അങ്ങനെ KHR നിങ്ങളെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ എല്ലാ റെസ്റ്റോറൻറ്റ്സും ഒരു ഇതൊക്കെ പൊട്ടാഫോയിലായിരുന്നു. ഇത് ഏത് ഇയർ ആണ്? ഫ്രം 2018 ഓൺവേർഡ്സ് നമ്മളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അധിക റെസ്റ്റോറൻറ്റ്സും എക്സ്ക്ലൂസീവ് തന്നെയായിരുന്നു. അതിൽ തന്നെ ടോപ്പ് മോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റ്സും എക്സ്ക്ലൂസീവ് ആയിരുന്നു. ബട്ട് ഇൻ ബിറ്റ്വീൻ ദേ വർ ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു മാർക്കറ്റ്. സ്വിഗ്ഗിയും സൊമാറ്റോ മാർക്കറ്റിലുള്ള പ്രഷറിലും ഒക്കെ അവർ കയറാൻ ശ്രമിക്കായിരുന്നു. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് കൊറോണ വന്നു. ഹോട്ടലുകൾ പൂട്ടി. കംപ്ലീറ്റ് ഷട്ട് ഡൗൺ. അപ്പൊ ആ സമയത്ത് കളക്ടറേറ്റ് ആൻഡ് നമ്മള് കളക്ടറേറ്റ് ഒരു കോൾ വന്നു ദാറ്റ് വി ഹാവ് ടു ഫംഗ്ഷൻ. ഞങ്ങൾ ആക്ച്വലി പൂട്ടിയിട്ട് വീട്ടിലിരിക്കാനുള്ള പരിപാടിയായിരുന്നു. അതെ, ഹോട്ടൽസ് ഇല്ല, ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. വി ആർ ഗോയിങ് ഹോം. നമുക്ക് പൂട്ടാന്നുള്ള ഒരു ചർച്ചയായിരുന്നു നമ്മുടെ മീറ്റിംഗ്. ഡയറക്ടർ ബോർഡ് അന്ന് രാത്രിയായിരുന്നു. വി ഗോട്ട് എ കോൾ ഫ്രം കളക്ടറേറ്റ് ബട്ട് വി ഷുഡ് പെർഫോം. എന്ത് പറഞ്ഞാലും ശരി നിങ്ങൾ പെർഫോം ചെയ്യണം, എല്ലാ ലൈസൻസ്. എല്ലാരോടും പിന്നെ പൂട്ടാ പറഞ്ഞപ്പോ നിങ്ങളോട് തുറക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളെ ആവശ്യമില്ല പറഞ്ഞു. ഓക്കെ. ഡെഫിനറ്റ്ലി ഞങ്ങളത് ചാലഞ്ച് ആയിട്ട് എടുത്തു. ഞങ്ങൾ എപ്പം പറഞ്ഞു ഇത്ര റെസ്റ്റോറൻറ്റ്സ് ഇല്ല, എല്ലാവരെയും അവിടെ, അതായത് കളക്ടറേറ്റ് ടീം തന്നെ എല്ലാവരെയും വിളിച്ച് തുറപ്പിച്ചു, റെസ്റ്റോറൻറ്റ്സിന് മൊത്തം. കറക്റ്റ്. ആൻഡ് ഡെലിവറി ഓൺ ആക്കിയത്. ഡെലിവറി ഒരു നൈറ്റ് കൊണ്ട് നമ്മൾ ആക്ച്വലി നമ്മൾ റൺ ചെയ്തോണ്ടിരിക്കുന്ന ഒരു 60-50 ഫ്ലീറ്റ് എന്നതിൽ ഒറ്റയടിക്ക് ഒരു 150-200 ഫ്ലീറ്റ് ഒരു നൈറ്റ് കൊണ്ട് എങ്ങനെ ഒപ്പിച്ചെന്ന് അറിയില്ല, നമ്മൾ ടീം ഒപ്പിച്ചു. അങ്ങനെ ഓൺ ദ വേ നെക്സ്റ്റ് ഡേ പേപ്പറിലൊക്കെ വന്നു പൊട്ടാഫോയിലോട്ട് ഓർഡർ ചെയ്യുമെന്നുള്ളത്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ബിഗ് പബ്ലിസിറ്റി. ബഡ്ജറ്റ് മാർക്കറ്റ്. അതെ, നമ്മൾ അത്ര വലിയ മാർക്കറ്റിംഗ് അതുവരെ സ്പെൻഡ് ചെയ്തിട്ടില്ല. സ്ലോ ഗ്രോത്ത്, ബിക്കോസ് നമ്മൾ മാർക്കറ്റ് സ്പെൻഡ് ചെയ്യുന്നില്ല. കറക്റ്റ്. ഫണ്ട് കാണുന്നില്ലല്ലോ. ഇല്ല, കാരണം ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. സർവീസ് ഒന്നാക്കുക, ഓർഗാനിക് ഗ്രോത്ത്. പെട്ടെന്നുള്ളൊരു പബ്ലിസിറ്റി കിട്ടി, പൊട്ടാഫോ എന്നുള്ള ആപ്പ് എല്ലാവരും പറഞ്ഞു. ഡെഫിനറ്റ്ലി പെട്ടെന്നുള്ളൊരു സ്പൈക്ക് വന്നു. ഓക്കെ. സോ ഫ്രം ദെയർ പൊട്ടാഫോ വാസ് ലൈക്ക്
ആ കസ്റ്റമേഴ്സിന്റെ ഒരു എന്താ പറയാ ഒരു പാർട്ട്ണർ പോലെയായിരുന്നു. ഏ. കൊറോണ പീരീഡിൽ ഒരു പാർട്ട്ണർ. കാരണം എന്തിനും പൊട്ടാഫോ വേണോ? അതിനൊരു ഇൻസിഡന്റ് വേണം പറയാം. ആക്ച്വലി ഡ്യൂറിങ് ദാറ്റ് ടൈം ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ വിളിക്കണം എന്നല്ല. യൂസ് ടു ഗെറ്റ് ദാറ്റ് കോൾസ്. എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഞങ്ങൾ കളക്ടറിൽ കണക്ട് ചെയ്യും. ഓ ആൻഡ് ഓൾസോ ഒരു ഇത് വന്ന ഒരു വീട്ടിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, ഞങ്ങൾ ഒന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞിട്ട് ബേളം കേട്ടിട്ട് വിളിക്കുകയാണ്. ഞങ്ങൾ പോലീസ് വിളിച്ച് കണക്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ആപ്പായി മാറി. മനസ്സിലായി. എന്തിനു വേണ്ടി ഒരു ഹെൽപ്പ് ലൈൻ പോലെ. അപ്പോൾ നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. വി ആർ ഡൂയിങ് വെരി ഗുഡ് ഓർഡർ ബിക്കോസ് എക്സ്ക്ലൂസീവ് ഓൺലി ഓൺ പൊട്ടാഫോ ചെയ്തു പോയി. ആൻഡ് പക്ഷെ നമുക്ക് അവിടെ അഗെയിൻ ടെക്കിന്റെ ഒരു ലാക്ക് വന്നു. ബിക്കോസ് വി ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ് മച്ച് ഓർഡേഴ്സ്. സ്കെയിൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ ടെക് അതിനു വേണ്ടി ബിൽഡ് ചെയ്തായിരുന്നില്ല. കറക്റ്റ്. നമ്മളിങ്ങനെ 50, 100, 200, 100 ആയിരുന്നു വിചാരിച്ചേ. അതെ, എസ്പെഷ്യലി നമ്മൾക്കൊരു ടെക്കിന്റെ ഒരു നമ്മൾ ഇൻഹൗസിൽ ടീമിൽ ഇല്ലാത്തതുകൊണ്ടും CTO ഇല്ല. സോ വി ആർ ഡിപ്പെൻഡിങ് ഓൺ ടെക് ടീംസ്. സോ നമുക്ക് നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഓർഡേഴ്സിന്റെ സ്പൈക്ക്. സോ അവിടെ ഒരു സ്കെയിലപ്പ് ഇഷ്യൂ വന്നു തുടങ്ങി, സെർവർ ഇഷ്യൂസ് ഒക്കെ വന്നു തുടങ്ങി. ആപ്പ് ഡൗൺ ആവും. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു മൂവ് ഓൺ ടു നെക്സ്റ്റ് ആപ്പ്. അതെ. സോ പോസ്റ്റ് കൊറോണ ഒക്കെ കഴിഞ്ഞ് കൊറോണ പീരീഡിൽ എന്തായാലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. പോസ്റ്റ് കൊറോണ കഴിഞ്ഞ് മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. ഫുള്ളി ഫ്ലെഡ്ജ് ആയിട്ടില്ല, ബട്ട് സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. പക്ഷേ അപ്പോഴത്തേക്ക് എപ്പോഴാണ് സ്വിഗ്ഗി സൊമാറ്റോ എൻ്റർ ചെയ്തത്? ദേ ആർ സ്റ്റിൽ ട്രൈങ് ടു എൻ്റർ വൺ ബൈ വൺ. ഓരോ റെസ്റ്റോറൻറ്റിനെയും കൺവിൻസ് ചെയ്ത് ദേ വർ ട്രൈങ് ടു എൻ്റർ, ബട്ട് സ്റ്റിൽ ഞങ്ങൾ 60% ഹോൾഡ് ചെയ്തത്. മനസ്സിലായി. ബാക്കി 40% ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പുതിയ ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ ഒരു ലോഞ്ചിൽ നമുക്ക് ആക്ച്വലി ഒരു ഇഷ്യൂ പറ്റി. കാരണം നമുക്ക് അവർ കൊറോണ ടൈമിൽ ആൾക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് ആപ്ലിക്കേഷൻ കിട്ടാതെ ഒരു ഫോഴ്സ് അപ്ഡേറ്റ് ആയിരുന്നു അത്. സോ വി ലേൺ ടു നെവർ ഡു എ ഫോഴ്സ് അപ്ഡേറ്റ്. അപ്പോൾ പഴയ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, പുതിയത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ബിസിനസ് സ്റ്റാൻഡ് സ്റ്റില്ലേക്ക് വന്നു. സോ ഞങ്ങൾ ആക്ച്വലി പിന്നെ ആ സ്റ്റാൻഡ് സ്റ്റില്ലേക്ക് വന്നപ്പോൾ ആക്ച്വലി റെസ്റ്റോറൻറ്റ്സ് വേറൊരു ഡിപ്പെൻഡൻസി കുറഞ്ഞു. കാരണം സെയില് അവർക്ക് കീപ്പ് ചെയ്തേ പറ്റൂ. അതെ. ഡെലിവറി സിസ്റ്റം ഡൗൺ ആയി കിടക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി അവിടെ ഒരു എൻട്രി സ്വിഗ്ഗി സൊമാറ്റോ കൊടുത്തു. നിങ്ങളെ ടെക് ഡൗൺ ആയപ്പോ സ്വിഗ്ഗി സൊമാറ്റോ ആ ലൂപ്പ് ഹോള് യൂട്ടിലൈസ് ചെയ്തു. വി ലോസ്റ്റ് അബൌട്ട് മോർ ദാൻ 50 എക്സ്ക്ലൂസിവിറ്റി അവിടെ നിന്ന് തന്നെ ലോസ് ആയി. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം റെസ്റ്റോറൻറ്റ്സിന് ആ കച്ചവടം കാര്യമില്ല. അപ്പം അത് എന്തായാലും അവിടെ പിന്നെ നമ്മളൊരു ഡ്രോപ്പ് ഡൗൺ വന്നു. പിന്നെ പോസ്റ്റ് കൊറോണയാണ്, അതിൻ്റെ ഒരു ഡ്രോപ്പ് ഡൗൺ വന്നു. സ്റ്റിൽ വി വർ ഡൂയിങ് ബിസിനസ് ആൻഡ് വി വെന്റ് ടു കൊച്ചി ഫോർ ഡെവലപ്മെന്റ്. കാരണം നമ്മൾ ഇവിടുത്തെ ഒരു അപ്പോഴത്തേക്ക് എത്ര ഓർഡേഴ്സ് പെർ ഡേ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി? അൾട്ടിമേറ്റ്ലി ഇതൊക്കെ പ്രോബ്ലം ഒക്കെ സോൾവ് ആയി എത്ര ഓർഡേഴ്സ്? 1800 1500 പെർ ഡേ ചെയ്യാം. പിന്നെ കൊച്ചിയിലേക്ക് പോയിട്ട് നമ്മൾ ഇതേ സെയിം മോഡലിനെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കൊച്ചിയിൽ പോയി. ആൻഡ് കൊച്ചി വാസ് വെരി വെൽക്കമിങ്. റെസ്റ്റോറൻറ്റൊക്കെ നല്ല വെൽക്കമിങ് ആയിരുന്നു. ഓൺ ബോർഡ് ചെയ്ത് തന്നു. എല്ലാ റെസ്റ്റോറൻറ്റും ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ ഓൺ ബോർഡായി. അവർക്ക് പൊട്ടാഫോ വേണമെന്ന് പറഞ്ഞു. കാരണം അവിടെ ഈ ഡോപ്പോളി നടക്കുന്നതുകൊണ്ട് തന്നെ ഒരാളെയും കൂടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. കറക്റ്റ്. അപ്പൊ അതിന് മുമ്പ് ഇത് ചോദിക്കാനുള്ളത്, നിങ്ങൾ കംപ്ലീറ്റ്ലി ഓർഗാനിക്, അതായത് റെസ്റ്റോറൻറ്റ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യേണ്ടിയിരുന്നു. അതായത് നിങ്ങളെ മാർക്കറ്റിംഗ് ചാനൽ എന്ന് പറയാം. റെസ്റ്റോറൻറ്റ്സ് പൊട്ടാഫോ ഡൗൺലോഡ് ചെയ്തോളി എന്ന് പറയും. ഓക്കെ. അപ്പോൾ കൊച്ചിയിൽ പിന്നെ നമ്മൾ ലോഞ്ച് ചെയ്തു. കൊച്ചിയിൽ പക്ഷെ നമുക്ക് ആ ലോഞ്ചിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടില്ല. കാരണം കുറച്ച് ഇഷ്യൂസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. കാരണം കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബിഗ് ജയൻസ് ആയിട്ടായിരുന്നു. വി വർ ഗോയിങ് വിത്ത് ലൈക്ക് ലെസ് മണി ആൻഡ് വളരെ ചുരുക്കം പൈസയും കൊണ്ട്. കാരണം നമ്മൾ എവിടെ ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ടില്ല, ബൂട്ട് സ്ട്രാപ്പാണ്. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, കുറച്ച് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇൻക്യുബേഷനിലോട്ട് കുറച്ച് ഫണ്ട് വന്നു, ചെറിയൊരു ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ലോണും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ഫണ്ടും കൊണ്ടാണ് ജയൻസിനായിട്ട് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. കൊച്ചിയിലേക്ക് അവിടെ ഒരടിക്കാന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലേക്ക് പോയത്. എന്നിട്ട് കൊച്ചിയിൽ ഓൺബോർഡ് ആയി, സർവീസ് സ്റ്റാർട്ടായി, റെസ്പോൺസ് വരുന്നുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആ ഒരു റെസ്പോൺസിലേക്ക് കടക്കുന്നതിനെക്കാട്ടി മുന്നേ വി ബേൺഡ് ഔട്ട്. നമ്മൾ ക്യാഷ് അവിടെ ഫണ്ട് തീർന്നു. സോ ഇറ്റ് വാസ് ഡയറക്ടേഴ്സ് ഡിസിഷൻ. എല്ലാവരും കൂട്ടിയിട്ട് മതി നിർത്തിയെന്നുള്ളൊരു കൊച്ചി ക്ലോസ് ചെയ്തതുമായി. സോ കൊച്ചി സർവീസ് വാസ് ക്ലോസ്ഡ്. പിന്നെ അങ്ങോട്ടേക്കുള്ള ജേർണി വാസ് വെരി ടഫ്. കാരണം ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു അവിടെ. സോ
നത്തിങ് വാസ് ലൈക്ക് എല്ലാം ഒരു വഴിക്ക് പോകുന്നത് പല വഴിക്കായി. ഓരോ എത്ര ഡയറക്റ്റ് എത്ര ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്? വേറെ ഹാവിങ് 7 ആൾക്കാർ ആ സമയത്ത് ഉണ്ടായിരുന്നു, അതായത് ബോർഡ് സീറ്റ് Seat. ഡയറക്ടേഴ്സ്. സോ അവിടെ കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ തന്നെ പിന്നെ നമ്മളെ പ്രത്യേകിച്ച് ഒരു എക്സ്പാൻഷൻ ഇല്ല, കോഴിക്കോട് തന്നെ ഉള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയപ്പോൾ തന്നെ ലോസ്റ്റ് ഇൻട്രസ്റ്റ്. ഫൗണ്ടേഴ്സിന്റെ മുന്നിൽ തന്നെ പോയി തുടങ്ങി. ഒരു ഫൗണ്ടർ എക്സിറ്റ്. യെസ്. ഓക്കെ. പിന്നെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ വാസ് വെരി ഡൾ. ലൈക്ക് അപ്പൊ എത്ര പേര് ആ സമയത്ത്, നിങ്ങൾ ആ സമയത്ത് ആ ഒരു പ്രശ്നം ഉണ്ടായി, കൊച്ചി പ്രശ്നം ഉണ്ടായി, ഞങ്ങൾക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് ഉണ്ടാവാൻ പറ്റില്ല. എത്ര ഡയറക്ടർ ബോർഡിന് എത്ര പേര് എക്സിറ്റ് ആയി ആ പ്രശ്നത്തിന് ശേഷം? ഡയറക്ടർ ബോർഡിന് എക്സിറ്റ് ആയിട്ടില്ല. ആക്ച്വലി ലീവിങ് വർക്ക് ചെയ്യുന്നിടന്ന് അവർ ആക്ച്വലി മാറി വർക്ക് ചെയ്യാൻ തുടങ്ങി. മാറി വർക്ക് ചെയ്യാൻ. അതായത് എത്ര പേര് പോയി? ആക്ച്വലി 4. ഒരു ഫൗണ്ടറും 4 3 ഡയറക്ടേഴ്സും. writers. ഇനി 3 ആവാക്കിയില്ലേ? 2 കോ ഫൗണ്ടേഴ്സും 1 ഡയറക്ടറും. അതെ. ഓക്കെ. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് എത്തി. പിന്നെ നമ്മൾ ഇൻഹൗസ് ഉണ്ടായിരുന്ന ഡെവലപ്പിംഗ് ടീംസ് ഒക്കെ നമ്മൾ, കാരണം അവിടെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മാർജിൻ ഓടാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ നമുക്ക് എക്സ്പെൻസ് കട്ട് ഡൗൺ ചെയ്തു. കട്ട് ഡൗൺ ചെയ്തപ്പം ആക്ച്വലി കട്ട് ഡൗൺ ചെയ്യാൻ പാടില്ലാത്ത ടീമിനെ വരെ കട്ട് ഡൗൺ ചെയ്തു, ടെക് ടീമിനെ. സോ അവിടെ നമ്മൾ ടെക്കിന്റെ അപ്ഡേറ്റ് അവിടെ നിന്നു. അവിടെ സ്റ്റോപ്പ് ആയി. ഇനി അപ്ഡേറ്റ്സ് ഒന്നുമില്ല. വി ആർ സ്റ്റിൽ സ്റ്റാൻഡിങ് അറ്റ് 2022. 22 നിർത്തിയതാണ് ടെക് അപ്ഡേറ്റ്. ഓക്കെ. പിന്നെ ജസ്റ്റ് കോഴിക്കോട് ഓപ്പറേറ്റ് ചെയ്ത് പോകാൻ മാത്രമേ ഉണ്ടായിരുന്നു. നത്തിങ് സോർട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ്. ഓപ്പറേറ്റ് ചെയ്യുക, എവരിബഡി വാസ് ലൂസിങ് ഹോപ്പ്. ആൻഡ് ഗ്രാജുവലി ഈ പറഞ്ഞ പോലെ എല്ലാവരും എക്സിറ്റ് ആയപ്പോൾ തന്നെ പിന്നെ ഒരു പോയിന്റിൽ പിന്നെ ഈവൻ ഡയറക്ടേഴ്സിനും ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ രീതിയിലായി ഉള്ളിൽ വർത്തമാനങ്ങൾ. ഫിനാൻസ് വാസ് നോട്ട് കൺട്രോളിങ് ബൈ ഫൗണ്ടേഴ്സ്. അതായത് ഇൻവെസ്റ്റേഴ്സ് ആണ് ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്തത്. സോ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല ആക്ച്വലി. ഫൈനൽ സ്റ്റേജിൽ ആക്ച്വലി പിന്നെ ലാസ്റ്റ് പറയുന്നത് ആക്ച്വലി ഇവിടെ ഷോർട്ടാണ്, അറിയില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ഒരു പോയിന്റിൽ പിന്നെ നമ്മൾ അത്രയും ഫണ്ട് ഇല്ല എന്ന് വി ഫൗണ്ട് ഔട്ട്. ഉള്ളിലുള്ള കാര്യങ്ങളും എങ്ങനെ ഫണ്ട് പോയി എന്നൊക്കെ ഫൗണ്ട് ഔട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഉള്ള ഇൻവെസ്റ്റേഴ്സും എക്സിറ്റ് ആകാനുള്ള വഴി നോക്കി. ഡയറക്ടേഴ്സ് ആയിട്ട് എക്സിറ്റ് ആയി. കറക്റ്റ്. ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എത്ര ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്? We are down to 1,000 orders. 1,000 per day ചെയ്യായിരുന്നു. But still it was dropping. Day by day. സൊമാറ്റോ ഭയങ്കര അടിച്ചു കയറാൻ ഓഫേഴ്സ് കൊടുത്തിട്ട്. ആൻഡ് അങ്ങനെ 1 വർഷത്തോളം 2 വർഷത്തോളം അങ്ങനെ ഓടി. അങ്ങനെ നമ്മൾ ഫൈനൽ ആയിട്ട് ആ ഡയറക്ടേഴ്സും ഔട്ടായി. നമ്മൾ ഒരു ഇൻവെസ്റ്ററും കൂടി വന്നു. ബട്ട് ദാറ്റ് ഇൻവെസ്റ്റർ ഓൺലി 1 year മാത്രമേ സർവൈവ് ഉള്ളൂ. ഓക്കെ. ബിക്കോസ് ആക്ച്വലി ഇൻവെസ്റ്ററിന് ആക്ച്വലി ഫീൽഡ് തന്നെ ഡിഫറെന്റ് ആയിരുന്നു. സോ അപ്പൊ നിങ്ങളും യു ആസ് എ കോ ഫൗണ്ടർ ആൻഡ് ദാറ്റ് ഇൻവെസ്റ്റർ അത് മാത്രമായി അവസാനം കമ്പനിയിൽ? അല്ല, 2 co-founders and 1 director ഉണ്ടായിരുന്നു. ആൻഡ് ഒരു ഇൻവെസ്റ്ററും കൂടി വന്നു. ടോട്ടൽ 4. അത് കഴിഞ്ഞ കൊല്ലാണ്. കഴിഞ്ഞ 2024. ഓക്കെ. And again we tried to boost up, but the same thing happened. Because nothing was working out. Okay. വീണ്ടും ആ ഒരു ഇതിൽ തന്നെയാണ് അവിടെ തന്നെ തിരിഞ്ഞടിക്കാണ് കാര്യങ്ങൾ. കാരണം നമ്മളൊരു വിഷൻ പ്രകാരമല്ല കാര്യം വന്നു. ബിക്കോസ് ടു ബിൽഡ് അപ്പ് വി നീഡ് മോർ ഫണ്ട് ടു പമ്പ്. ശരി. നമ്മൾ അത്രയും ബാക്കോട്ടേക്ക് പോയി. വീണ്ടും ആ ടെക് ടീം ഒക്കെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്ത് റീബിൽഡ് ചെയ്യണം. ബട്ട് വന്നിരിക്കുന്ന ഫണ്ട് ആക്ച്വലി ഡയറക്ടേഴ്സിന് ഔട്ടായി വേണ്ടിയിട്ട് കൊടുത്തത്. സോ നത്തിങ് ഫോർ ഡെവലപ്മെന്റ് അഗെയിൻ. സോ ഐ അഗെയിൻ സ്റ്റക്കപ്പ് ആയി. പക്ഷെ കഴിഞ്ഞ കൊല്ലാണ് ക്യുക്കമേഴ്സ് ഒക്കെ അടിച്ചു കയറാൻ തുടങ്ങി. ഹ്യൂജ് ക്യുക്കമേഴ്സ് ഗ്രോത്ത് അല്ലേ? കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അല്ലേ? ഓക്കെ. അതായത് ക്യുക്കമേഴ്സിന്റെ എറ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് വി ആർ സ്റ്റിൽ ഇൻ 2023 സ്റ്റക്കായി പോയി. ഓക്കെ. ആൻഡ് ദാറ്റ് വാസ് ഓൾസോ നോട്ട് വർക്കിംഗ് ഔട്ട്. ആൻഡ് ലാസ്റ്റ് ഐ ഓൾസോ ലെഫ്റ്റ്. നിങ്ങളും ക്വിറ്റ് ചെയ്ത്. ഇത് നടക്കൂല. ഓക്കെ. ആൻഡ് ഐ വാസ് വർക്കിംഗ് ഇൻ അത് വേറെ ജോലിക്ക് പോയി. ഇനിയും എനിക്ക് ബേൺ ചെയ്യാൻ കഴിയൂല. ഓക്കെ. ഇങ്ങനെ ടൈം ബേൺ ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ ലെഫ്റ്റ്. ഹോപ്പൊക്കെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഐ വെൻ ഫോർ എ ജോബ്. അവിടെ നിന്നാണ് കമ്പനി ആക്ച്വലി പൊട്ടാഫോൺ ഇപ്പം ഹയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എക്സിറ്റ് ചെയ്തു. മതിയായി, എനിക്ക് മടുത്ത് എക്സിറ്റ് ചെയ്തു.
പിന്നെ എങ്ങനെയാണ് ഈ റീ എൻട്രി വരുന്നത്? റീ എൻട്രി ആക്ച്വലി അവിടെ ഒരു 4 months ആയപ്പോൾ തന്നെ ആക്ച്വലി ഓപ്പറേഷൻസ് ഒക്കെ ഏതാണ്ട് ഒരു ഡള്ളായിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ലൈക്ക് ഒരു ക്ലോസിംഗിലേക്ക് അടുക്കുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇൻവെസ്റ്റർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? ഇൻവെസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നത്. അവസാനം വന്ന ഇൻവെസ്റ്റർ മാത്രം ബാക്കിയായി. അതെ അതെ. ഓക്കെ. അപ്പം ആക്ച്വലി ഇന്ന് തിരിച്ച് വരേണ്ട ഒരു ആവശ്യം വന്നു. ബിക്കോസ് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് മൈ ബ്രാൻഡ്. സോ അങ്ങനെ ഡിപ്പിന് സമ്മതിക്കാൻ പറ്റില്ലല്ലോ. സോ അഗെയിൻ ഐ കെയിം ബാക്ക് ആൻഡ് മീൻ വൈൽ ഐ വാസ് ലുക്കിംഗ് ഫോർ അതർ ജോബ് ഓൾസോ. അങ്ങനെ ഒരു ജോബിന്റെ ഇടയിലാണ് ഇപ്പം പൊട്ടാഫോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് വന്ന അല്ലെങ്കിൽ അക്വയർ ചെയ്ത ബ്രാൻഡുമായിട്ട് ഞാനൊരു ബേസിക്കലി പൊട്ടാഫോ അക്വയർ ചെയ്ത്. യെസ്. അക്വയർ ഒരു വേറൊരു കമ്പനി അക്വയർ. ആ കമ്പനി ഏതാ? ഔട്ട്ലെറ്റോ. അതായത് അവിടെ ജോബ് ഹണ്ട് ചെയ്ത് പോയതാണ്. സോ അവർ നിങ്ങളെ സ്റ്റോറി കേൾക്കുന്നു, എന്നാ പിന്നെ ഞങ്ങൾ പൊട്ടാഫോ എടുക്കാം എന്ന് പറയുന്നു. നൈസ്. സോ മീ ബീങ് പാർട്ട് ഓഫ് ഇറ്റ്, നമ്മൾ ഒരുമിച്ചിട്ട് ചെയ്യാന്നുള്ളൊരു നമുക്ക് ആ കമ്പനീനെ കൊണ്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ബ്രാൻഡാണ്, ലെറ്റ്സ് ബൈ. ഇത് ഒരുമാതിരി സ്റ്റീവ് ജോബ്സ് പോയിട്ട് തിരിച്ചു വന്നിട്ട് ആപ്പിളിൽ കയറിയ പോലെ ഉണ്ടല്ലോ. കഥ കേൾക്കുമോ? കോപ്പിയുടെ ഒറിജിനൽ കഥ. ഇതിന്റെ സ്വന്തം കഥയാണല്ലേ. ഓക്കെ. പിന്നെ ഓക്കെ, അപ്പോൾ തിരിച്ചു വരുന്നു. എന്നിട്ട് നിങ്ങൾ ഇൻവെസ്റ്റർ എടുത്ത് സാധനം വാങ്ങിക്കുന്നു. അപ്പം ഇൻവെസ്റ്റർ കാശ് ഉണ്ടാക്കിയോ? ഡിഡ് യു മേക്ക് എനി മണി ഇൻ ദാറ്റ് ട്രാൻസാക്ഷൻ? ഇൻവെസ്റ്റർ ഡെഫിനറ്റ്ലി കാശ് ഉണ്ടാക്കി. കാരണം നമുക്ക് ബെനിഫിറ്റ് ആണ്, ഹാപ്പിയാണ്, ഒക്കെയാണ്. ഓക്കെ, വെരി ഗുഡ്. സോ ഞാനവിടെ പ്രത്യേകിച്ച് മണിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പറയുന്നത് വെച്ചാൽ. ബിക്കോസ് ഐ എം ബിൽഡിംഗ് എ ബ്രാൻഡ്. എന്റെ ആക്ച്വലി സംഭവം എന്ന് വെച്ചാൽ എക്സ്പീരിയൻസും ഈ ബ്രാൻഡും ആണ്. കറക്റ്റ്. അപ്പൊ തിരിച്ച് ആ സ്റ്റേക്ക് മൊത്തം ഇവരെടുക്കുന്നു, പുതിയ ഇൻവെസ്റ്റർ എടുക്കുന്നു. ആൻഡ് ദെൻ യു ആർ ബാക്ക് ആസ് ദ കോഫൗണ്ടർ. ഓക്കെ. ഇനി എന്താണ് വാട്ട് നെക്സ്റ്റ്? ഇനി ബേസിക്കലി അക്വസിഷൻ നടന്നു എന്ന് അറിയാം. ഭയങ്കര രാജകീയമായ അക്വസിഷൻ അല്ല, പക്ഷെ ഒരു അക്വസിഷൻ നടന്നു. ഓക്കെ. ആൻഡ് ഫൗണ്ടർ ഈസ് ബാക്ക് ഇൻ ദ സീറ്റ്. ഓക്കെ. സോ ബിഫോർ അക്യൂസിയേഷൻ ഐ ഷെയർഡ് മൈ വിഷൻ വിത്ത് ദ ടീം. സോ ആ വിഷനിൽ അവർ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ടും അവർക്കും ആ സെയിം വിഷൻ അല്ലെ സെയിം വൈബ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പാട്ട് നടന്നിരിക്കുന്നത്. ക്യുക്കമേഴ്സ് ഇസ് ആക്ച്വലി ഭയങ്കര ബൂമിങ് ആണ്. കാരണം നമുക്ക് പറയാം, ഇപ്പൊ ഈ വീടിന്റെ അടുത്ത് തന്നെ പിന്നെ 2 ക്യുക്കമേഴ്സ് ഓൾറെഡി സ്റ്റാർട്ട്, ഇൻസ്റ്റാമാർട്ട് സ്റ്റാർട്ട് ചെയ്ത്, ബിഗ് ബാസ്ക്കറ്റും സ്റ്റാർട്ട് ചെയ്ത്. സോ യു ആർ ഓൾറെഡി ഇൻ ദ മിഡിൽ ഓഫ് ദാറ്റ്. ഓക്കെ. സോ ക്യുക്കമേഴ്സ് ഈസ് ആക്ച്വലി പുതിയ വന്നൊരു ഏറയാണ് ക്യുക്കമേഴ്സ്. ഞാൻ ആക്ച്വലി ക്യുക്കമേഴ്സ് ഐ തിങ്ക് മൈ എക്സ്പീരിയൻസിൽ പ്രൊഡിക്ഷൻ എന്ന് വെച്ചാൽ അത് കൂടുതലായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകില്ല എനിക്ക് തോന്നുന്നു ക്യുക്കമേഴ്സിന്റെ. കാരണം ഇറ്റ് ഈസ് ബേണിംഗ് മച്ച് ക്യാഷ്. സോ ക്യുക്കമേഴ്സ് ഇസ് ടു അക്വയർ ഫസ്റ്റ്. ആ മോണോപ്പൊളി അക്വയറിന് ശേഷം വീണ്ടും ക്യുക്കമേഴ്സിനെ വീണ്ടും പഴയ ടൈം ഡെലിവറിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് 1 hour ഡെലിവറി, 1 hour or 40 minutes. ഡെഫിനറ്റ്ലി 45 minutes വൃത്തിയിൽ ഡെലിവറി ചെയ്യാം, 30 minutes ഡെലിവറി ചെയ്യാം. കറക്റ്റ്. അതിന് 10 മാറ്റുമ്പോഴാണ് അത് ഡാർക്ക് സ്റ്റോർ ആക്കി. സോ ഓൾവേസ് ആൾക്കാർക്ക് ഐ തിങ്ക് 10 minutes തന്നെ കിട്ടണമെന്നില്ല. ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ടു ഗെറ്റ് എ ഗുഡ് തിങ്. അല്ലെങ്കിൽ ഞാൻ സമയം നോക്കല്ല, 10 minutes 8 minutes ഒക്കെ പറയലുണ്ട്. പക്ഷെ എനിക്ക് അറിയാം ഇത് ആ സമയത്ത് വരുന്നില്ല. ബിഗ് ബാസ്ക്കറ്റ് ആണെങ്കിൽ ഇൻസ്റ്റാമാർട്ട് ആണെങ്കിലൊക്കെ ഐ തിങ്ക് 15 to 20 minutes എന്തായാലും എടുക്കുന്നുണ്ട്. അപ്പൊ അത് പറച്ചിലിന് മാത്രമേ ഉള്ളൂ. കറക്റ്റ്. അത് നടക്കാറില്ല. സോ ഡെഫിനറ്റ്ലി ക്യുക്കമേഴ്സിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, സർവീസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെയുള്ള ഒരു മാർക്കറ്റിൽ ഒരു ഷെയർ ഉണ്ട്. ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഇവിടെ ബിൽഡ് ചെയ്യണം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള കോമ്പറ്റീഷൻ വി ആർ റെഡി, ബട്ട് ദിസ് ഈസ് എൻ അൺഹെൽത്തി കോമ്പറ്റീഷൻ. കറക്റ്റ്. ബിക്കോസ് ഇത്രയും പെർസെൻറ്റേജ് ഒരാളത്തുനിന്ന് വാങ്ങാം, ആ പെർസെൻറ്റേജ് റെസ്റ്റോറൻറ്റ് സഹിക്കാൻ വയ്യാതെ കസ്റ്റമർ അടുത്തുനിന്ന് ഒരു 100 rupees ബിരിയാണിക്ക് 200 സെല് ചെയ്യുക, അതിൽ നിന്നൊരു 50 ഓഫ് കൊടുക്കുക. ഇറ്റ്സ് നോട്ട് എ ബിസിനസ്. കറക്റ്റ്. ഒരു ശരിക്കുള്ള ബിസിനസ് മോഡൽ അല്ല, തൽക്കാലത്തേക്കുള്ള ഒരു എന്താ പറയാ അനദർ വേ ടു. ഓക്കെ. സോ അത് ഉണ്ടാവാൻ പാടില്ല. ഐ മീൻ അതാണ് വിഷൻ. ജെന്യൂൻ പ്രൈസിന് കസ്റ്റമറിന് ഫുഡ് എത്തണം. സോ ഇപ്പം നോക്കിയാൽ ആക്ച്വലി പൊട്ടാഫോയിൽ മേ ബി ജെന്യൂൻ പ്രൈസ് ആയിരിക്കില്ല. ബിക്കോസ് കോമ്പറ്റീഷൻ ഇസ് സോ ഹൈ ദാറ്റ് റെസ്റ്റോറൻറ്റ്സിന് ഈവൻ ആ മെനുവിൽ പ്രൈസ് തരാൻ വരെ പേടിയാണ്. കാരണം അപ്പുറത്ത് NDA സൈൻ ചെയ്തുകൊണ്ട് സ്വിച്ച് ഓഫ് ആയിക്കളെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. സെയിം പ്രൈസ് ലിസ്റ്റ് ചെയ്യാൻ വരെ പേടിയാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഏത് മെനു എടുത്ത് നോക്കിയാലും അതിനേക്കാൾ കുറവായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പരമാവധി. ഓക്കെ. മച്ച് ലെസ്സർ പെർസെന്റേജ്. മനസ്സിലായി. അപ്പൊ സെയിം തിങ് ഫോർ ഗ്രോസറീസ് ഓൾസോ. നമ്മൾ ഇപ്പോഴത്തെ ഇവിടുത്തെ ഗ്രോസറി സ്റ്റോഴ്സിന് എസ്പെഷ്യലി ഇപ്പൊ ഇൻസ്റ്റാമാർട്ടിന്റെയും ബ്ലിങ്കിന്റെയും ലോഞ്ചോടെ കംപ്ലീറ്റ്ലി ബിസിനസ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ്. ചെറിയ ചെറിയ ഷോപ്പിനാണ് ആദ്യം എഫക്ട് ചെയ്തിരിക്കുന്നത്.
പിന്നീട് സൂപ്പർ മാർക്കറ്റിനെ എഫക്ട് ചെയ്യും. സോ വി ആർ വർക്കിംഗ് വിത്ത് ദം. നമ്മൾ 2022 മുതൽ ആക്ച്വലി ഗ്രോസറി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മീറ്റ് ആൻഡ് ഫിഷ് അത് ഫ്രഷ് ആയിട്ട് കൊടുക്കണം. അത് ലോക്കൽ സപ്പോർട്ട്, ഇവിടുത്തെ ലോക്കൽ വെണ്ടേഴ്സ് ആണ് അവരുടെ നിന്ന് കളക്ട് ചെയ്യുക, കൊടുക്കുക. ആൻഡ് ഗ്രോസറി സ്റ്റോഴ്സ് ഒക്കെ ലോക്കൽ ടീംസ് ആണ്, ലോക്കലായിട്ട് ബിസിനസ് ഇപ്പൊ നിങ്ങൾ ഗ്രോസറി ഡെലിവറി ചെയ്യുന്നുണ്ട്. ഗ്രോസറി, മീറ്റ് ആൻഡ് ഫിഷ് അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. വെരി നൈസ്. അപ്പൊ ഇപ്പൊ ബാക്ക് ടു എത്ര ഓർഡേഴ്സ് പെർ ഡേ ആണ്? ഇപ്പൊ ആക്ച്വലി വി ആർ ലേണിംഗ് ലോ ലൈക്ക് 750 orders, 800 orders. അത്രേ ചെയ്യും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് മാർക്കറ്റിംഗ് ടീം നിങ്ങളെ പിന്നിലുണ്ട്. അവരാണ് നിങ്ങളെ അക്വയർ ചെയ്തത്. ഇപ്പൊ ഒന്ന് ലൈവായി വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ കുറെ കോണ്ടന്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. കോണ്ടന്റ് മാർക്കറ്റിംഗിൽ എന്താണ് വാട്ട് ഈസ് യുവർ പ്ലാൻ? എന്താണ് നിങ്ങളെ പ്ലാൻ ഇനി അങ്ങോട്ട്? ആസ് ഓഫ് നൗ ആക്ച്വലി നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല സ്ട്രാറ്റജിക്കലി. നമ്മൾ ജസ്റ്റ് ലൈവായി എന്ന് മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയ. ആൻഡ് ഐ എം ഗെറ്റിംഗ്, ഈവൻ പേഴ്സണലി ഐ എം ഗെറ്റിംഗ് റെസ്പോൺസ്, Pottav is back. Because everybody comparing with സോഷ്യൽ മീഡിയ കമ്പയർ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ലൈവായി തുടങ്ങിയാൽ അതിനടുത്ത് ആ ബിസിനസ് ലൈവായി. കറക്റ്റ്, ശരിയാണ്. അപ്പൊ എല്ലാവരും Pottav തിരിച്ചു വന്ന് ഓർഡർ സ്പൈക്കാൻ തുടങ്ങി. സോ ഐ ഡിഡ്ന്റ് ഇൻക്രീസ് ദ ഫ്ലീറ്റ്, ബട്ട് എല്ലാവരും പറയുന്നത് Pottavനെ ഇപ്പൊ റോട്ടിൽ കണ്ടു തുടങ്ങി. അവിടെ നേരത്തെ കാണുന്ന ആൾക്കാരെ എപ്പോഴും കാണുന്നുള്ളൂ. കറക്റ്റ്. പക്ഷെ സോഷ്യൽ മീഡിയ ലൈവ് ആയതുകൊണ്ട് ആ ഫീലിംഗ് വരികയാണ്. കാരണം എല്ലാവരും ഫുൾ ടൈം ഫോണിലാണ് അല്ലേ? അപ്പം നിങ്ങളെ ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ലൈവ് ആവുക അല്ലേ? അപ്പൊ അതിന് എന്താണ് നിങ്ങളിപ്പോ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ലൈവ് ആയാലും നമ്മളെ കണ്ടന്റ് ടീം ഓൾറെഡി നമ്മൾ എക്വയർ ചെയ്ത ടീം തന്നെ നല്ലൊരു മീഡിയ ടീമാണ്. സോ ദേ ആർ ഡൂയിങ് ദ പാർട്ട് ടു ഇൻക്രീസ് ദ അവയർനെസ് അഗെയിൻ. അതുപോലെ തന്നെ ബ്രാൻഡിന് ഉണ്ടായിരിക്കുന്ന കുറച്ച് ഇഷ്യൂസ് ടെക്നിക്കലി ആൻഡ് ഈവൻ ഫോർ എക്സാമ്പിൾ ഡെലിവറി ടൈമിനെ കുറിച്ചൊരു ഇഷ്യൂ ഉണ്ട്, ഓൾവേസ് ലേറ്റ് എന്നുള്ളത്. ആക്ച്വലി അത് ഓൾവേസ് ലേറ്റ് അല്ല, നേരത്തെ എത്തുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി കാണ്ട്, അത് നമുക്ക് അറിയിക്കാൻ പറ്റുന്നില്ല കസ്റ്റമറെ. നമ്മളെ ട്രാക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. മാത്രമല്ല റെസ്റ്റോറന്റ് സൈഡിൽ നിന്ന് പ്രിപ്പറേഷന് ഡിലേ വന്നാൽ പോലും അത് Pottav ആണ് ഇപ്പൊ ഏറ്റെടുക്കുന്നത്. കറക്റ്റ്. നമുക്കത് റിപ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റം ടെക്നിക്കലി ഇല്ല. ശരിയാണ്. അപ്പം ആ ഒരു കിടക്കുകയാണല്ലോ. ഓക്കെ. അപ്പം മീഡിയ ടീം ഇപ്പം ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് പുള്ളപ്പ് ചെയ്യാണ്. ബാക്ക് ടു സം ഓർഡേഴ്സ് എന്നുള്ള രീതിയിൽ. ഇനി പാരലി വി ആർ വർക്കിംഗ് ഓൺ ടെക് ടു ബിൽഡ് എ ബെറ്റർ ആൻഡ് ന്യൂ വേർഷൻ ഓഫ് അവർ ടെക്. ആപ്പ് ബെറ്റർ ആക്കണം. അതേപോലെ ഡെലിവറി ഫ്ലീറ്റിന്റെ ട്രാക്കിങ്ങും ബെറ്റർ കൺവീനിയൻസ് കൂട്ടുക. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്താണ് കാണുന്നത്? എത്ര ഓർഡേഴ്സ് വരെ ഒരു സിറ്റിയിൽ ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി ഇവിടെയൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന 2500 ഓർഡേഴ്സ് ആണ്. സോ അതാണ് ഡാർക്ക് സ്റ്റോഴ്സ് ചെയ്യുന്ന ഓർഡേഴ്സും അല്ലേ? ഡാർക്ക് സ്റ്റോഴ്സിന്റെ നമ്പേഴ്സ് അതാണ്. നിങ്ങൾ ഒരു കാലത്ത് അവിടെ എത്തിയിരുന്നു അല്ലേ? ഓക്കെ. അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇനീഷ്യലി ഉള്ള ഒരു ടാർഗറ്റ്. അപ്പൊ എന്താണ് പിന്നെ ഫോർ എക്സാമ്പിൾ കോഴിക്കോട് തന്നെ നിൽക്കാനാണോ പ്ലാൻ? എന്താണ് പ്ലാൻ? നമ്മള് അതിന്റെ വിഷൻ പ്രകാരം തന്നെ നമ്മൾ ഇത്രയും എത്താൻ കാരണം തന്നെ കോഴിക്കോട് മാത്രമുള്ളതുകൊണ്ടാണ്. നമ്മൾ 2-3 സിറ്റിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ദിസ് വോണ്ട് ഹാപ്പൻ. അപ്പം ഡെഫിനറ്റ്ലി എത്രയും പെട്ടെന്ന് തന്നെ ഷോർട്ട് ടൈമിൽ തന്നെ വി ആർ എക്സ്പാൻഡ് ടു അതർ നെക്സ്റ്റ് 10 cities. അപ്പോൾ ഞാൻ ഈ Pottav എന്നോ ഞാൻ ഫോളോ ചെയ്യുന്നു. കാരണം ഞാൻ കോഴിക്കോട്ടുകാരനായതുകൊണ്ട് തന്നെ Pottav എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിളിച്ചു വരുത്തി ഇവിടെ ഇരുത്തിയതും. ഇപ്പം ഞാൻ എൻകൗണ്ടർ നമ്മളെ ഇക്കോ മാഫിയാറിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, നിങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പല D2C സ്റ്റാർട്ടപ്സും ഉണ്ട്. അപ്പോൾ നമ്മളെ ഫുൾ വേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫെമി സേഫ് ആയിക്കോട്ടെ, ഇനിയിപ്പം ബ്ലൂ ടൈഗ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഇപ്പം 1 to 2 days അല്ലെങ്കിൽ എനിക്കൊന്ന് 3 to 4 days വരെ ഡെലിവറി ടൈം എടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ പലപ്പോഴും ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു ക്യുക്കമേഴ്സ് എന്ന് പറയുന്നത് ഹൈപ്പർ ലോക്കൽ ഡെലിവറി സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റും. കാരണം എല്ലാ സിറ്റീസിലും ആ പ്രൊഡക്ട്സ് കൊണ്ടുപോയി വെച്ചാൽ മതി. ഈ ഒരു മോഡലിലേക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നമ്മളെ സ്റ്റാർട്ടപ്സിന്? ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ അതിനാണ് ഉറക്കുന്നത്, നിങ്ങൾ ആവശ്യമാണ്. അപ്പം കാരണം സ്വിഗ്ഗിയിലും ഇപ്പം ഇൻസ്റ്റാമാർട്ട് ആണെങ്കിലും ബിഗ് ബാസ്ക്കറ്റ് ആണ്, അത് രണ്ടുമാണ് ഇവിടെ ഉള്ളത്. അവിടെ ഒന്നും എൻട്രി കിട്ടുന്നില്ല. കേരള D2C സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ബ്രാൻഡ്സിന് എൻട്രി കിട്ടുന്നില്ല. ബിക്കോസ് അവർ ഓൾറെഡി പിന്നെ അവരുടെ സ്പേസ് ഫുള്ളാണ്, ഇഷ്ടം പോലെ ബ്രാൻഡ്സ് ഓൾറെഡി ഉണ്ട്. ഈ ഒരു മോഡൽ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ D2C സ്റ്റാർട്ടപ്പ് തന്നെ ചെയ്തോളൂ, D2C ബ്രാൻഡ് തന്നെ ചെയ്തോളൂ. നിങ്ങൾ ജസ്റ്റ് ഡെലിവറി ഹാൻഡിൽ ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ദെൻ യു ക്യാൻ ഹാവ് എ കൊളാബറേഷൻ, റൈറ്റ്?
ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് ഇപ്പോൾ ഫ്ലീറ്റ് ഇപ്പോഴും സ്ട്രോങ് ആണ്. ആ. ടെക് വൈസ് വളരെ മോശമാണെങ്കിലും ആ. ഫ്ലീറ്റ് വളരെ സ്ട്രോങ് ആണ്. ഫ്ലീറ്റ് വളരെ strong. നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെക് ഞാൻ സോൾവ് ചെയ്തരാം. എനിക്ക് എങ്ങനെ ഞാൻ ഇത് ഓൾറെഡി ഒരു ബ്രാൻഡിന് സോൾവ് ചെയ്ത് കൊടുത്താണ്. അത് ഞാൻ ഈ പോഡ്കാസ്റ്റിന് ശേഷം സോൾവ് ചെയ്തിരുന്നു. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി പാർട്ട്നേഴ്സ് നമുക്കുണ്ട്. അതായത് മോർ ദാൻ 5 years 6 years നമ്മളായിട്ട് വർക്ക് ചെയ്ത് പോകുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സ് ആണോ അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം പേറോളിലാണോ? നമ്മൾ സ്വന്തം പേരിലുള്ളതാണ്. നിങ്ങളെ പേര് നിങ്ങൾ പറയുന്ന അതിന് പാർട്ട്നർ തന്നെയാണ്, പക്ഷെ വേറൊരു കമ്പനി അല്ല. സോ അവർക്ക് നമ്മുടെ കൂടെ എന്താ നിൽക്കുന്നത് വെച്ചാൽ നമ്മള് അവർക്ക് തുടക്കം മുതലേ കൊടുത്തതാണ് ഇപ്പോഴും കൊടുത്തു വരുന്നത്. വീടിന് ഇൻക്രീസോ ഡിഗ്രീസ് ബോണസ് അങ്ങനത്തെ ഒരു പരിപാടികൾ ഇല്ല. മോഡൽ ചിന്തിക്കുമ്പം എല്ലാവർക്കും നല്ലത് പറഞ്ഞ രീതിയിലാണ് ചിന്തിച്ചത്. റെസ്റ്റോറന്റിനും നല്ലതായിരുന്നു, ഗ്രോസറിക്ക് നല്ല ഡെലിവറി പാർട്ട്നേഴ്സും പാർട്ട്നേഴ്സും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ അവർക്കും വേണം. അപ്പം നല്ലൊരു ലൈഫാണ് അവർ ജീവിച്ചു പോകുന്നത്. കറക്റ്റ്. അപ്പം നിങ്ങൾ പറയുന്നത് നമ്മളെ D2C സ്റ്റാർട്ടപ്സിന്റെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പ്രശ്നമില്ല. നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അവർ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ. കാരണം അവർക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂറിന് നിങ്ങൾ ഡെലിവറി എത്തിച്ചു കൊടുത്തൂടെ? ഡെഫിനറ്റ്ലി എന്നാലും അധികം. അപ്പം ഇപ്പം നിങ്ങൾ 750 orders per day ലാണ്. 2500 orders per day. ഡു യു ഹാവ് എ ഡേറ്റ് ഇൻ യുവർ മൈൻഡ്? അതാണല്ലോ നിങ്ങൾ ടാർഗറ്റ് എയിം ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി. കാരണം നമ്മളെ കൺവീനിയൻസിന്റെ ഒരു പാർട്ട് കൂട്ടിയതിന് ശേഷം നമ്മളൊരു 3 or 4 months മാക്സിമം ടെക് ഒന്നും കൂടി സ്ട്രോങ് ആക്കി. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഏരിയ. അതുകൂടി ക്ലിയർ ആയി കഴിഞ്ഞാൽ ഒരു 3 or 4 months തന്നെ നിങ്ങൾക്ക് 2500 ഓർഡേഴ്സിന്റെ മുകളിൽ പോകാൻ പറ്റുമെന്നുള്ളതാണ്. കാരിക്കറ്റിലും അതുപോലെ തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടും എന്തായാലും ഹിറ്റ് ചെയ്തിരിക്കും. ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് മൊത്തത്തിൽ പൊട്ടാഫോന്റെ ജേർണി പറഞ്ഞു. എങ്ങനെയാണ് സൊമാറ്റോ സ്വിഗ്ഗി ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, ഇന്റേണൽ ഇഷ്യൂസ് പറഞ്ഞു. എങ്ങനെ അക്വയർ ചെയ്തു എന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് നിങ്ങളെ പുതിയ പ്ലാൻസ് പറഞ്ഞു. ഇതിനകത്തിനൊക്കെ എനിക്ക് മനസ്സിലായത് ഒരു മാസീവ് ഓപ്പർച്യൂണിറ്റി കിടക്കുന്നുണ്ട്. നമ്മളെ ഇക്കോമാഫിയയിൽ തന്നെ ഇഷ്ടംപോലെ D2C സ്റ്റാർട്ടപ്സ് ഉണ്ട്. ഇവരൊക്കെ ഇപ്പം ഡെലിവറിന് 3 to 4 daysനുള്ളിലാണ്. പക്ഷേ ഇവർ നിങ്ങളടുത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറിനോട് കോഴിക്കോട് എവിടെയും കൊടുക്കാൻ പറ്റും. ഇതൊരു മാസീവ് അൺലോക്കാണ്. അതേപോലെ എനിക്ക് തോന്നുന്നത് പല ഇൻവെസ്റ്റേഴ്സും ഓൾറെഡി നമ്മളെ ഗ്രൂപ്പിലുണ്ട്. സോ പ്രോബ്ലി സം ഓഫ് യു ക്യാൻ റീച്ച് ഔട്ട് ടു റഷാദ് ഓർ ടു മീ to see if we can work some things out. എനിക്ക് തോന്നുന്നു മാസീവ് ഓപ്പർച്യൂണിറ്റി കിടക്കുന്നുണ്ട് ക്യുക്കമേഴ്സ് ഏരിയയിൽ. ഒരു കേരള സ്റ്റാർട്ടപ്പിന് can really make it big. So until we meet again with another guest, signing off. Thank you, Rashad.